നമസ്കാരം. പ്രധാന വാർത്തകൾ. ഷൊർണൂർ കാരക്കാട് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ശേഷം തെങ്ങിലിടിച്ച അപകടം. കാർ ഓടിച്ച കാരക്കാട് സ്വദേശി 29 വയസ്സുള്ള ഗോപകുമാർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നായ ഇന്ത്യൻ റെയിൽവേ ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കോൺഫെഡറേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി GR പ്രമോദ്. റെയിൽവേ യാത്ര സുരക്ഷിതമല്ലാത്ത കാലം വിദൂരമല്ലെന്നും റെയിൽവേ വികസനം ലക്ഷ്യമിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ബജറ്റ് ഇല്ലാതാക്കിയത് സ്ഥാപിത താൽപര്യമാണെന്നും GR പ്രമോദ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് DREUവിന്റെ നേതൃത്വത്തിൽ റെയിൽവേ ഡിവിഷണൽ ഓഫീസ് മാർച്ച്. ഭാര്യ വീട്ടിൽ പോകുന്നതിന് ഭർത്താവിന് വിയോജിപ്പ്. കുടുംബക്ഷേത്രത്തിൽ പൂജയ്ക്ക് പങ്കെടുക്കാനായി ഭാര്യ വീട്ടിലെത്തിയ യുവതിയെയും ബന്ധുക്കളെയും അവരുടെ വീട്ടിൽ കയറി കുത്തി പരിക്കേൽപ്പിച്ചു. സംഭവം ഒറ്റപ്പാലം മയിലുംപുറത്ത്. പരിക്കേറ്റ 4 പേരിൽ ഒരാളുടെ നില ഗുരുതരം. യുവതിയുടെ ഭർത്താവായ ലക്കിടി സ്വദേശി അനിൽകുമാർ പോലീസ് കസ്റ്റഡിയിൽ. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹന പരിശോധന വേഗത്തിലും കർശനവുമാക്കി മോട്ടോർ വാഹന വകുപ്പ്. സർക്കാർ മാർഗനിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്ന് 30 വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് അനുവദിച്ചില്ല. കുളപ്പുള്ളി ബീവറേജിന് മുന്നിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനും സ്ഥിരമായി നിർത്തിയിട്ട് പോകുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും ഷൊർണൂരിൽ ചേർന്ന റെഗുലേറ്ററി കമ്മിറ്റി യോഗ തീരുമാനം. ഇതോടൊപ്പം വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്ന കടകളുടെ പ്രവേശന കവാടം മറയ്ക്കുന്ന പാർക്കിംഗ് ഒഴിവാക്കണമെന്നും യോഗത്തിൽ. തൃശൂർ നഗരത്തിൽ വീണ്ടും ക്ഷേത്രത്തിൽ മോഷണം. ചെട്ടിയങ്ങാടി കുളശ്ശേരി ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. വഴിപാട് കൗണ്ടറിന്റെ പൂട്ടുപൊളിച്ച് പണം കവർന്നു. ഭണ്ഡാരം കുത്തിപ്പൊളിക്കാനും ശ്രമം. തൃശൂർ കോലോത്തുംപാടം വസന്തനഗറിലെ വീട്ടിലും മോഷണ ശ്രമം. വീടിന്റെ വാതിൽ തകർത്ത് മോഷ്ടാക്കൾ അകത്തുകയറി. തേങ്ങയ്ക്ക് വില കുറയുന്നു, ചിരട്ടയ്ക്ക് വില കൂടുന്നു. ഒരു കാലത്ത് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരുന്ന ചിരട്ട ഇപ്പോൾ വലിയ താരം. 1 കിലോ ചിരട്ടയ്ക്ക് 33 രൂപ വരെ എത്തി നിൽക്കുമ്പോഴും തേങ്ങ വിലയിടിവിൽ കർഷകർ ആശങ്കയിൽ. കുളപ്പുള്ളിയിൽ വാഹനാപകടം. വടനാംകുറിശി സ്വദേശി മരിച്ചു. വടനാംകുറിശി പറക്കുന്നത്ത് വീട്ടിൽ 50 വയസ്സുള്ള സുനിലാണ് മരിച്ചത്. കല്ലേക്കാട് ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് കല്ലേപ്പുള്ളി അമ്പലക്കാട് മാണിക്കന്റെ മകൻ 36 വയസ്സുള്ള അരുൺ പ്രസാദാണ് മരിച്ചത്. വടനാംകുറിശിയിൽ ട്രെയിൻ തട്ടി മധ്യവയസ്കൻ മരിച്ചു. പരുത്തിപ്പുഴ താന്നിക്കത്ത് വീട്ടിൽ 70കാരനായ ശരത് ഭൂഷണാണ് മരിച്ചത്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് വീണ യുവാവിന് പരിക്ക്. ഒളരി സ്വദേശി പ്രഭുവിനാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. ഷൊർണൂർ കാരക്കാട് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ശേഷം തെങ്ങിലിടിച്ച് അപകടം. കാർ ഓടിച്ച കാരക്കാട് സ്വദേശി 29 വയസ്സുള്ള ഗോപകുമാർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഷൊർണൂരിലെ കാരക്കാട് കമ്പനിപ്പടിയിൽ വെച്ച് വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു അപകടമുണ്ടായത്. കാരക്കാട് സ്വദേശിയായ 29 വയസ്സുകാരൻ ഗോപകുമാറാണ് മരിച്ചത്. പട്ടാമ്പിയിൽ നിന്നും ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ കവളപ്പാറ റോഡിലൂടെ കാരക്കാട്ടേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം നടന്നത്. കാറിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളായ ശ്യാം ശങ്കർ, സുധീഷ് എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഷൊർണൂർ പോലീസത്തെ മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നായ ഇന്ത്യൻ റെയിൽവേ ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കോൺഫെഡറേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി GR പ്രമോദ് പറഞ്ഞു. റെയിൽവേ യാത്ര സുരക്ഷിതമല്ലാത്ത കാലം വിദൂരമല്ല. റെയിൽവേ വികസനം ലക്ഷ്യമിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ബജറ്റ് ഇല്ലാതാക്കിയത് സ്ഥാപിത താൽപര്യമാണെന്നും GR പ്രമോദ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് DREUവിന്റെ നേതൃത്വത്തിൽ റെയിൽവേ ഡിവിഷണൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ വികസനം ലക്ഷ്യമിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റെയിൽവേ ബജറ്റ് ഇല്ലാതാക്കിയത് സ്ഥാപിത രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്. റെയിൽവേ ഉപദേശക സമിതികളെ നോക്കുകുത്തിയാക്കിയെടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ റെയിൽവേയെ തകർച്ചയിലേക്ക് നയിക്കുന്നതാണ്. ലക്ഷക്കണക്കിന് ഒഴിവുണ്ടായിട്ടും നിയമനം നടത്താതെ അധിക ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്ന സ്ഥിതി തുടരുകയാണ്. ജീവനക്കാരുടെ മാനസിക ആരോഗ്യ അവസ്ഥകൾ പോലും പരിഗണിക്കുന്നില്ല. റെയിൽവേയിലും സ്വകാര്യ മേഖല പിടിമുറുക്കുന്നതോടെ റെയിൽവേയുടെ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സ്വകാര്യതയുള്ള നയങ്ങളാണ് റെയിൽവേയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത്. ജീവനക്കാരുടെ സ്ഥലം മാറ്റം, പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ സമ്പൂർണ്ണ രാഷ്ട്രീയ ഇടപെടലായി മാറി. ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ അട്ടിമറിക്കപ്പെടുകയാണ്. ശക്തമായ പ്രതിരോധം, പ്രക്ഷോഭവും കൊണ്ട് മാത്രമേ
ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യ രാജ്യത്തെയും രക്ഷിക്കാനാകുമെന്ന് പ്രമോദ് പറഞ്ഞു. ഡിവിഷൻ പ്രസിഡന്റ് പി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷണൽ സെക്രട്ടറി വി സുജിത്, യൂണിയൻ നേതാക്കളായ ആർ ജി പിള്ള, പി മാത്യു സിറിയക്, പി ബി അനിൽകുമാർ, കെ ഉദയഭാസ്കർ, വി വി വിജയൻ എന്നിവർ സംസാരിച്ചു. JCMന് അംഗീകാരം 2024 ഡിസംബറിൽ DRU നേടിയെടുക്കുമ്പോഴും DRU എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ ഒന്നാമതായി, പാലക്കാട് ഡിവിഷനിൽ ഒന്നാമതായി, തിരുവനന്തപുരം ഡിവിഷനിൽ ഒന്നാമതായി അംഗീകാരം നേടിയിട്ടുള്ള പ്രസ്ഥാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം വരുന്ന ജീവനക്കാരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന് മാനേജ്മെന്റ് പറയുന്നത് അതൊരു തെറ്റായ നിലപാടാണ്. അത് തെറ്റായ നിലപാടാണ് എന്ന് മാത്രമല്ല, അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് തിരുത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ സ്വാഭാവികമായിട്ടും നമ്മൾ നടത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി DRU ചർച്ചയുടെ ഭാഗമായി, ബൈലാറ്ററൽ ഡിസ്കഷന്റെ ഭാഗമായി അത് നടപ്പിലാക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അതിന് വഴങ്ങാതെ വരുന്ന മാനേജ്മെന്റിനെതിരായി പ്രക്ഷോഭ സമരവുമായിട്ട് മുന്നോട്ട് വന്നതാണ്. ഇതൊരു താക്കീതായിട്ട് മാനേജ്മെന്റ് കാണാൻ വേണ്ടി തയ്യാറാവണം. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള സംഘടനാ വേദി, ചർച്ചാവേദി, PNM എന്ന് പറയുന്ന പെർമനന്റ് നെഗോസിയേഷൻ മെഷീനറി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭാര്യ വീട്ടിൽ പോകുന്നതിന് ഭർത്താവിന് വിയോജിപ്പ്. കുടുംബക്ഷേത്രത്തിലെ പൂജയിൽ പങ്കെടുക്കാനായി ഭാര്യ വീട്ടിലെത്തിയ യുവതിയെയും ബന്ധുക്കളെയും അവരുടെ വീട്ടിൽ കയറി ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഒറ്റപ്പാലം മയിലുംപുറത്താണ് സംഭവമുണ്ടായത്. പരിക്കേറ്റ 4 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. യുവതിയുടെ ഭർത്താവായ ലക്കിടി സ്വദേശി അനിൽകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വന്തം വീട്ടിലെ നാഗക്ഷേത്രത്തിലെ പൂജയ്ക്ക് പങ്കെടുക്കാൻ എത്തിയ മയിലുംപുറം പത്മശ്രീ പുത്തൻ വീട്ടിൽ പത്മജയെ തേടിയാണ് ഭർത്താവ് വീട്ടിലെത്തിയത്. ആയുധങ്ങൾ കയ്യിൽ കരുതിയെത്തിയ അനിൽകുമാർ പത്മജയെ കുത്തി പരിക്കേൽപ്പിച്ചു. ഇത് തടയാനായി എത്തിയതായിരുന്നു സഹോദരൻ സച്ചിൻ. കത്തികൊണ്ട് ഇടത് കൈയിലെ വിരൽ അറ്റുതൂങ്ങി. ഇവരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ ബന്ധുക്കളായ വിഷ്ണുവും ജിത്തിനും ചെറിയച്ഛൻ മോഹൻകുമാറിനും കുത്തേറ്റു. മോഹൻകുമാറിന് നെഞ്ചിലും മുതുകിലുമാണ് കുത്തേറ്റത്. ഇയാളുടെ നില ഗുരുതരമാണ്. അനിൽകുമാർ പത്മജയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നതെന്ന് സഹോദരൻ പ്രതികരിച്ചു. മുൻവൈരാഗ്യോ കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ സ്വന്തം ചേച്ചി എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അയാൾക്കൊട്ടും താല്പര്യമില്ല. അപ്പോൾ ഇതിന് മുന്നേ അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് 1-2 ദിവസത്തിന് മുകളിൽ കൂടുതൽ പോകാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, നാഗങ്ങളുടെ പൂജ കഴിഞ്ഞ് ഡ്രസ്സ് മാറാൻ വേണ്ടി ചേച്ചി വന്ന സമയത്താണ് സ്കൂട്ടിയിൽ അയാൾ വന്ന് ചേച്ചിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ആ സമയത്ത് ഞാൻ ചേച്ചിയെ രക്ഷിക്കാൻ പോയപ്പോൾ എൻ്റെ ഈ കൈയിൻ്റെ ഇവിടെ കത്തി കൊണ്ട് കുത്തി കയറി. പിന്നെ എനിക്ക് മുതുകത്ത് 2 വട്ടം കുത്തിയിട്ടുണ്ട് മുതുകത്ത്. പിന്നെ ഈ വിരലിൻ്റെ പകുതിയോളം പോയിരുന്നു. പിന്നെ ബാക്കിയെല്ലാം സ്റ്റിച്ചസാണ് കിട്ടുന്നത്. ഇവിടെ ഇറച്ചി തൂങ്ങി നിൽക്കുക, അങ്ങനെയൊക്കെ. അതിനുശേഷം എനിക്ക് എൻ്റെ ആരോഗ്യം മൊത്തം പോയി. അപ്പോഴാണ് എൻ്റെ ചെറിയച്ഛൻ വന്നത്. ചെറിയച്ഛൻ രക്ഷിക്കുന്ന സമയത്ത് ചെറിയച്ഛൻ്റെ നെഞ്ചത്ത് കുത്തി, ചെറിയച്ഛൻ്റെ മുതുകത്തും കുത്തി. ചെറിയച്ഛൻ്റെ സ്റ്റേജ് ഇപ്പോൾ കുറച്ച് ഗുരുതരമാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് ICU തന്നെ കിടക്കുകയാണ്. ഒന്നും പറഞ്ഞിട്ടില്ല. സ്വന്തം വീട്ടിലേക്ക് ഭാര്യയെ വിടുന്നതിൽ അനിൽകുമാറിന് താല്പര്യക്കുറവുണ്ടെന്നും ഇത് സംബന്ധിച്ച തർക്കം ഉണ്ടാവാറുണ്ടെന്നും ഇതാണ് ആക്രമണത്തിന് കാരണമെന്നും കുത്തേറ്റ സച്ചിൻ പറഞ്ഞു. കുത്തേറ്റ 2 പേർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹന പരിശോധന വേഗത്തിലും കർശനവുമാക്കി വാഹന വകുപ്പ്. സർക്കാർ മാർഗനിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്ന് 30 വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് അനുവദിച്ചില്ല. പാലക്കാട് വിക്ടോറിയ കോളേജിലായിരുന്നു വാഹന പരിശോധന. വാഹന പരിശോധനയ്ക്കൊപ്പം ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസും അധികൃതർ നൽകുന്നുണ്ട്. ബ്ലേഡ് സ്പോട്ട് മിറർ, GPS, യന്ത്രക്ഷമത, വിദ്യാവാഹൻ സംവിധാനങ്ങൾ, മോട്ടോർ വാഹന വകുപ്പ് വിവര സംവിധാനങ്ങൾ ലഭ്യമാക്കുന്ന ലീഡ്സ് ആപ്പ് എന്നിവയുടെ പരിശോധനയാണ് മുഖ്യമായി നടത്തുന്നത്. വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ച വാഹന പരിശോധനയിൽ പങ്കെടുത്ത 102 വാഹനങ്ങളിൽ 72 വാഹനങ്ങൾക്ക് മാത്രമാണ് ഫിറ്റ്നസ് ലഭിച്ചത്. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ പുറത്തായ 30 വാഹനങ്ങളുടെ പരിശോധന വീണ്ടും നടത്തും. RTO CO മുജീബ്, PG പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ യാത്രയുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കലുമൊക്കെ നടത്താറുണ്ട്. ആ പതിവ് തെറ്റിക്കാതെ തന്നെയാണ് ഈ വർഷവും പാലക്കാട് RTO ഓഫീസിൻ്റെ കീഴിൽ വരുന്ന വിവിധ സ്കൂളുകളുടെ സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് പരിശോധന നടത്തുന്നത്. ഇതിൽ നമ്മൾ 2 ദിവസമായിട്ടാണ് ഇത് നടത്തുന്നത്. 20-ാം തീയതി ഇന്നും 23-ാം തീയതി ശനിയാഴ്ചയും. ഇന്ന് ഏകദേശം ഈ സമയമായപ്പോഴത്തേക്കും ഒരു 30-35ഓളം വാഹനങ്ങളാണ് എത്തിയിട്ടുള്ളത്. അവയിൽ നമ്മൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടീഷനാണ്. വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ വാഹനങ്ങളുടെ മെക്കാനിക്കൽ വരുന്ന എല്ലാ ഭാഗങ്ങളുടെയും ഇത് പ്രത്യേകിച്ചും മഴക്കാലവുമായി ബന്ധപ്പെട്ടിട്ട് വാഹനങ്ങളുടെ ടയറുകൾ
അതിൻ്റെ വിൻഡോസ്, അതിൻ്റെ വൈപ്പർ മോട്ടറുകൾ, പിന്നെ അതോടൊപ്പം തന്നെ പൊതുവെയുള്ള സ്പീഡ് ഗവർണർ, അങ്ങനെയുള്ള ഇതെല്ലാം നമ്മൾ മെക്കാനിക്കലി വരുന്ന എല്ലാ ഭാഗങ്ങളുടെയും വിശദമായ പരിശോധനയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പള്ളി ബിവറേജസിന് മുന്നിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനും സ്ഥിരമായി നിർത്തിയിട്ട് പോകുന്ന വാഹനങ്ങൾക്കെതിരെയും നടപടികൾ എടുക്കാൻ ഷൊർണൂരിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചു. ഇതോടൊപ്പം വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്ന കടകളുടെ പ്രവേശന കവാടം മറയ്ക്കുന്ന പാർക്കിംഗ് ഒഴിവാക്കണമെന്നും ഇതിനായി വഴി വിടണമെന്നും ഇവിടെയുള്ള ഓട്ടോറിക്ഷകളടക്കം മാറ്റിയുള്ള ക്രമീകരണം ഒരുക്കാനും തീരുമാനിച്ചു. വ്യാപാരി നേതാക്കളുടെ ആവശ്യത്തെ തുടർന്നാണിത്. ഇതിന്റെ ഭാഗമായി നഗരസഭാ അധികൃതർ, പോലീസ്, MVD ഉദ്യോഗസ്ഥർ എന്നിവർ സംയുക്തമായി പരിശോധിച്ച് കടകൾ, ബാങ്കുകൾ അടക്കമുള്ള പ്രവേശനത്തിനുള്ള വഴി മാർക്ക് ചെയ്യാനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. തൃശൂർ നഗരത്തിൽ വീണ്ടും ക്ഷേത്രത്തിൽ മോഷണം. ചെട്ടിയങ്ങാടി കുളശ്ശേരി ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. വഴിപാട് കൗണ്ടറിന്റെ പൂട്ടുപൊളിച്ച് പണം കവർന്നു. ഭണ്ഡാരം കുത്തിപ്പൊളിക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. കുളപ്പള്ളി സഞ്ജീവനിക്ക് സമീപം ബൈക്ക് യാത്രക്കാരനായ വടനംകുറിശി സ്വദേശി മരിച്ചു. വടനംകുറിശി പറക്കുന്നത്ത് വീട്ടിൽ 50-കാരനായ സുനിലാണ് മരണപ്പെട്ടത്. ഇയാളുടെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങുകയായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന ജിതിൻ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. കുളപ്പള്ളി സഞ്ജീവനിക്ക് സമീപമുള്ള വളവിൽ ഇന്നലെ രാത്രി 8:30 കൂടിയായിരുന്നു അപകടമുണ്ടായത്. പട്ടാമ്പിയിൽ നിന്നും ഷൊർണൂരിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ് അതേ ദിശയിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ഇരുചക്രവാഹനത്തെ മറികടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ബൈക്കിന്റെ പിൻസീറ്റിലിരുന്ന സുനിൽ ബസ്സിനടിയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ബസ് കയറിയിറങ്ങി സുനിലിന്റെ ആന്തരികാവയവങ്ങൾ പുറത്തു വന്നിരുന്നു. ഉടനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന വാരണാകുറിശി സ്വദേശി ജിതിൻ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു. വളവിൽ ഇരുചക്രവാഹനത്തെ മറികടക്കുന്നതിനിടെ ബസ് ബൈക്കിൽ തട്ടിയതാകാമെന്നാണ് സാധ്യത എന്നാണ് പോലീസിന്റെ അനുമാനം. ഷൊർണൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കല്ലേക്കാട്ടിൽ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പാലക്കാട് കല്ലേപ്പുള്ളി അമ്പലക്കാട് മാണിക്കന്റെ മകൻ 36 വയസ്സുള്ള അരുൺ പ്രസാദാണ് മരിച്ചത്. ബുധനാഴ്ച വൈകുന്നേരം 6:15 സംഭവം. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. വടനംകുറിശിയിൽ ട്രെയിൻ തട്ടി മധ്യവയസ്കൻ മരിച്ചു. പരുത്തിപ്ര താണിക്കത്ത് വീട്ടിൽ 70-കാരനായ ശരത് ഭൂഷണാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും വീണ് യുവാവിന് പരിക്കേറ്റു. ചെന്നൈ ആലപ്പി എക്സ്പ്രസ് തീവണ്ടിയുടെ വാതിലിന് സമീപം നിന്ന് യാത്ര ചെയ്യുകയായിരുന്ന ഒളരി സ്വദേശി പ്രഭുവാണ് ട്രെയിനിൽ നിന്നും വീണത്. തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ വടക്കാഞ്ചേരി പോലീസും ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. യുവാവിന്റെ പരിക്ക് ഗുരുതരമല്ലെന്ന് അധികൃതർ അറിയിച്ചു. 30 വർഷം കൈവശം വെച്ച ഓഫീസ് മണ്ഡലം പ്രസിഡന്റിന്റെ കാലുമാറ്റത്തിലൂടെ നഷ്ടപ്പെട്ടപ്പോൾ നിയമപോരാട്ടത്തിലൂടെ തിരിച്ചുപിടിച്ച ആഹ്ലാദത്തിലാണ് കോട്ടായിലെ കോൺഗ്രസ് പ്രവർത്തകർ. മുൻ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന മോഹൻകുമാർ പാർട്ടി വിട്ട് CPM-ൽ ചേർന്നപ്പോൾ കോൺഗ്രസ് ഓഫീസ് ചുവപ്പ് പെയിന്റ് അടിച്ച് CPM ഓഫീസാക്കാനുള്ള ശ്രമം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. 3 മാസക്കാലം പോലീസ് കാവലായിരുന്ന ഓഫീസ് നിരന്തര പോരാട്ടത്തിലൂടെ നേടിയെടുത്ത ആവേശത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പാർട്ടി മാറിയതിനൊപ്പം പാർട്ടി ഓഫീസും മാറ്റാനുള്ള ശ്രമത്തിൽ തർക്കത്തിലായപ്പോൾ പൂട്ടിയിട്ട 30 വർഷമായുള്ള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിയമ പോരാട്ടത്തിലൂടെ തിരിച്ചുപിടിച്ച ആഹ്ലാദത്തിലാണ് കോട്ടായിലെ കോൺഗ്രസ് ഭാരവാഹികളും പ്രവർത്തകരും. കോട്ടായി പാറയിലങ്ങാടിയിൽ ഗ്രാമപഞ്ചായത്തിന് മുൻവശത്തുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസാണ് കോൺഗ്രസ് തന്നെ തിരികെ ലഭിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന മോഹൻകുമാർ 11 മാസം മുൻപ് പാർട്ടി വിട്ട് CPM-ൽ ചേർന്നിരുന്നു. പാർട്ടി വിട്ടതോടൊപ്പം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസും ചുവപ്പ് പെയിന്റടിച്ച് CPM ഓഫീസാക്കാനുള്ള ശ്രമം കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത് വലിയ സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. തർക്കം രൂക്ഷമായതോടെ പ്രശ്നം ആലത്തൂർ മുനിസിപ്പൽ കോടതിയിലെത്തി. കോടതി ഇടപെട്ട് പ്രശ്നം തീർപ്പാകും വരെ ഓഫീസ് പൂട്ടിയിടാനും പോലീസ് കാവൽ ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 മാസത്തോളം പോലീസ് കാവലിലായിരുന്നു. 2025 അവസാനത്തിൽ ഓഫീസ് കോൺഗ്രസിന് അനുകൂലമായി വിധി വന്നു. പിന്നീട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഓഫീസ് തുറക്കാമെന്ന് തീരുമാനിച്ചു. ഓഫീസിന്റെ പൂർണ്ണ പ്രവർത്തനം വ്യാഴാഴ്ച DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തോലന്നൂർ ശശിധരൻ, തരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P. ബാലൻ, ബ്ലോക്ക് കോൺഗ്രസ് ചെയർമാൻ മനോജ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആതിര, മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ A. ശാന്തകുമാർ, സുലൈമാൻ കരിയങ്കോട്, ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി C. ചന്ദ്രൻ, അഡ്വക്കേറ്റ് വെങ്കിട്ടനാരായണൻ എന്നിവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി PR. രമേശ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
പാലക്കാട് ഗുണ്ട നേതാവിന്റെ പിറന്നാൾ ആഘോഷത്തിൽ BJP പ്രാദേശിക നേതാക്കൾ പങ്കെടുത്തുവെന്ന ആരോപണം നിഷേധിച്ച് പാർട്ടി ചിറ്റൂർ മണ്ഡലം കമ്മിറ്റിയും ജില്ലാ നേതൃത്വവും. ആഘോഷത്തിൽ പങ്കെടുത്തതായി സാമൂഹിക മാധ്യമ വാർത്തകളിൽ ചർച്ചയായിട്ടുള്ള പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലെ ആളുകൾ BJPയിൽ ഒരു ചുമതലയും വഹിക്കുന്നില്ലെന്ന് മണ്ഡലം പ്രസിഡന്റ് രമേശ് കുമാർ അറിയിച്ചു. ഡയലോഗ് ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവൽ 2026 മഞ്ചേരി KM ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. സിനിമ, ടെലിവിഷൻ, നാടക നടൻ ഉണ്ണിരാജ് നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. ഞാൻ കലോത്സവ വേദികളിലൊക്കെ വന്ന് ചെറിയ നാടകം ചെയ്ത് ഇങ്ങനെ യാത്ര ചെയ്തതാണ്. ഈ ഷൊർണൂർ സ്ഥിരം സ്കൂളുണ്ട്, സെന്റ് തെരേസ, മറ്റേ സെന്റ് തെരേസ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള്. നാടകം, മൈമ്, സ്കിറ്റ് എല്ലാം പഠിച്ച് സ്റ്റേറ്റിലേക്ക് പോയ ആളാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ ഒരു 10-20 വർഷം കലോത്സവ വേദികളിലെ പരിശീലകൻ. അങ്ങനെ ഇതെല്ലാം വരുന്ന റെയിൽവേ സ്റ്റേഷൻ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ ഏറ്റവും കൂടുതൽ കിടന്നുറങ്ങി രാവിലെ പോകുന്ന സ്ഥലം. വേറെ ലോഡ്ജൊന്നും എനിക്ക് എടുത്തറിയില്ല ഷൊർണൂർ. അപ്പോൾ അവിടെ സൈഡിൽ കിടന്നുറങ്ങി രാവിലെ അടിച്ചു പോകും. അപ്പോൾ പൈസ ഒന്നും ഉണ്ടാവില്ല. കലോത്സവം പഠിപ്പിക്കാൻ വരുന്ന നാടകക്കാർക്ക് അങ്ങനെയുണ്ട്. ഇപ്പം കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്, കുറച്ച് സാമ്പത്തികമെല്ലാം കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നത്. അന്ന് ഭയങ്കര ബുദ്ധിമുട്ട്, കഷ്ടപ്പാടാണ്. നാടകക്കാരെ അങ്ങനെ വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. ചില സ്ഥലത്ത് പോയാലും കാര്യങ്ങൾ ഇപ്പോൾ മാറി വരണം, മാറി വന്നേ പറ്റും. ഇപ്പോൾ ഒരു നാടകം പൈസ മേടിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കൊടുക്കണം, അങ്ങോട്ട് അധികം കൊടുക്കണം. സംഘാടക സമിതി ചെയർമാൻ K. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. നിയുക്ത MLA-മാരായ P. മമ്മിക്കുട്ടി, K. പ്രേംകുമാർ, ഷൊർണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MR മുരളി, ഫെസ്റ്റിവൽ ഡയറക്ടർ അഭിമന്യു വിനയകുമാർ, സംഘാടക സമിതി കൺവീനർ KC ജിതിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആലപ്പുഴ മരുതം തിയേറ്റർ അവതരിപ്പിച്ച മാടൻ മോക്ഷം നാടകം അരങ്ങേറി. വൈകിട്ട് 6 റൂട്ട്സ് തിയേറ്റർ മ്യൂസിക് എൻസെമ്പിൾ ഒരുക്കുന്ന നാടകപ്പാട്ടുകളുടെ അവതരണവും ഷൊർണൂർ ജനബേരി അവതരിപ്പിക്കുന്ന ലഘുനാടകം ഭൂതക്കണ്ണാടിയും അരങ്ങേറും. 7 ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ കൊളത്തൂർ അവതരിപ്പിക്കുന്ന കുഹു നാടകവും അരങ്ങിലെത്തും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി 100 പ്രകാശവർഷങ്ങൾ എന്ന പ്രമേയത്തിൽ 2027 ജനുവരിയിൽ മലപ്പുറം ഗാദി ഹറമേനിയിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ വടക്കാഞ്ചേരി സോൺ പ്രചരണ ഉദ്ഘാടന സമ്മേളനം വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ചെറുതുരുത്തിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഴപ്ര മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ അബ്ദുള്ള അൻവരി അധ്യക്ഷത വഹിക്കും. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ സഖാഫി പ്രമേയ പ്രഭാഷണം നടത്തും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജേതാക്കളായ വരവൂർ മൊഹീദ്ദീൻ കുട്ടി സഖാഫി, മുസ്തഫ കാമിൻ സഖാഫി, MS മുഹമ്മദ് ഹാജി, മൊയ്തു ഹാജി V5, SYS സോൺ പ്രസിഡന്റ് അൻവർ സാദത്ത് തങ്ങൾ, കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ഹാറുനി, സെക്രട്ടറി മൊയ്തീൻ കുട്ടി സഖാഫി, അബ്ദുൾ റഷീദ് സഖാഫി, വഹാബ് ഹാജി വരവൂർ എന്നിവർ സംസാരിക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ അബ്ദുള്ള അൻവരി, അബ്ദുൾ റഷീദ് സഖാഫി, അബ്ദുൾ റഹ്മാൻ ഹാറുനി, മൊയ്തീൻ കുട്ടി സഖാഫി, KA അലി അഷ്റലി, KA അലി അഷ്റഫി എന്നിവർ പറഞ്ഞു. സമസ്തയുടെ 100 വർഷം തികയുമ്പോൾ അതിൻ്റെ സെന്റിനറി സമ്മേളനം 2027 ജനുവരി 28, 29, 30, 31 തീയതികളിലായി മലപ്പുറം ജില്ലയിലെ വാദി ഹറമയിൽ നടക്കുകയാണ്. സമസ്തയുടെ കീഴ്ഘടകങ്ങളായ മുഴുവൻ സംഘടനാ കുടുംബങ്ങൾക്കും സെന്റിനറിയുടെ ഭാഗമായി ധാരാളം പദ്ധതികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. SSF, SYS, മുസ്ലിം ജമാഅത്ത് ഇത്തരത്തിലെ മുഴുവൻ സംഘകുടുംബത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും അതിൻ്റെ ഭാഗമായ അവർക്കനുസരിച്ചുള്ള ധാരാളം പദ്ധതികൾ കേരളത്തിൽ നടത്തുമ്പോൾ കേരള മുസ്ലിം ജമാഅത്ത് സമസ്തയുടെ സെന്റിനറി ഭാഗമായി പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി സമസ്തയുടെ 100 പ്രകാശവർഷങ്ങൾ എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് വടക്കാഞ്ചേരി സോൺ വെള്ളിയാഴ്ച നാളെ വൈകുന്നേരം 7 മണിക്ക് പ്രമേയ സമ്മേളനം ചെറുതുരുത്തിയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ചെറുതുരുത്തി സെന്ററിൽ വെച്ച് നടക്കുന്ന ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലയാള ചലച്ചിത്ര രംഗത്ത്
4 പതിറ്റാണ്ടുകളായി സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനവും ദൃശ്യം 3-ാം ഭാഗം സിനിമയുടെ വിജയവും അതിവിപുലമായി ആഘോഷിച്ചു. ഷൊർണൂർ എം ലാൽ ആശീർവാദ് സിനിപ്ലക്സിൽ സംഘടിപ്പിച്ച പിറന്നാൾ ആഘോഷം ആശീർവാദ് തിയേറ്റർ മാനേജർ മിഥുൻ പിറന്നാൾ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. രാവിലെ 8 മണിക്ക് ദൃശ്യം 3-ാം ഭാഗത്തിൻ്റെ ഫാൻ ഷോയും ഉണ്ടായിരുന്നു. എത്രയൊക്കെ സസ്പെൻസ് ത്രില്ലുകൾ വെച്ച് തൂക്കിയാലും ദൃശ്യത്തിൻ്റെ തട്ട് താഴ്ന്നു തന്നെയിരിക്കുമെന്ന് നിസ്സംശയം പറയാമെന്ന് സിനിമ കണ്ടിറങ്ങിയ ശേഷം സിനിമാ പ്രേമികൾ അഭിപ്രായപ്പെട്ടു. ജോർജ് കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും 3-ാം വരവിനാണ് മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. മോഹൻലാൽ എന്ന അതുല്യ നടൻ്റെ വിസ്മയിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ, കൈയടക്കമുള്ള സംവിധാന മികവുമായി ജിത്തു ജോസഫ്. അങ്ങനെ ജോർജ് കുട്ടി തൻ്റെ 3-ാം വരവിലെത്തുമ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് മികച്ചൊരു ഇമോഷണൽ ത്രിൽ അനുഭവമാണ്. സിനിമയുടെ ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ മികച്ച പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ ബിജു ഷൊർണൂർ, സുകേഷ്, നിഷാന്ത്, ആനന്ദ്, അലിബായ്, ശിവൻ, മണികണ്ഠൻ, ഗോകുൽ, ദിലീപ് എന്നിവർ പിറന്നാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തേങ്ങയ്ക്ക് വില കുറയുന്നു, ചിരട്ടയ്ക്ക് വില കൂടുന്നു. ഒരു കാലത്ത് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരുന്ന ചിരട്ട ഇപ്പോൾ വലിയ താരമായി മാറിയിരിക്കുകയാണ്. 1 കിലോ ചിരട്ടയ്ക്ക് 33 രൂപ വരെ എത്തി നിൽക്കുന്നതായി കർഷകർ പറയുമ്പോഴും തേങ്ങാ വിലയിടിവിൽ കർഷകർ ആശങ്കയിലാണ്. ചിരട്ടകൾ അന്വേഷിച്ച് വാഹനവുമായി കച്ചവടക്കാർ എത്തുന്നത് പതിവായിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണത്രേ ചിരട്ട കയറ്റിപ്പോകുന്നത്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കാനും അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കാനുമായിട്ടാണ് ചിരട്ട ഉപയോഗിക്കുന്നത്. വെള്ളം ശുദ്ധീകരിക്കാൻ ചിരട്ടക്കരി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ചിരട്ടയ്ക്ക് വലിയ ഡിമാൻഡായി മാറി. അതേസമയം തേങ്ങയ്ക്ക് 45 രൂപയായതോടെ തേങ്ങ കർഷകർ ആശങ്കയിലാണ്. ചിരട്ടയ്ക്ക് നല്ല കാലം എത്തിയതായി പരിസ്ഥിതി പ്രവർത്തകൻ KK റഹ്മാൻ പറഞ്ഞു. തേങ്ങയ്ക്ക് വില കുറഞ്ഞെങ്കിലും ചിരട്ടയ്ക്ക് നല്ല വില ലഭിക്കുന്നതിനാൽ കിട്ടിയ ചിരട്ടകൾ സൂക്ഷിച്ചു വയ്ക്കുന്ന തിരക്കിലാണ് കർഷകർ. നാളികേരത്തിൻ്റെ വില അടിക്കടി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 75-80 രൂപ കിട്ടിയിരുന്നു. പിന്നെ വിഷു സമയത്ത് 50-55 രൂപയായി, ഇപ്പോൾ 45 രൂപയാണ്. അത് കാരണം കേര കർഷകർ ആശങ്കയിലാണ്. അതേസമയം ചിരട്ടയ്ക്ക് വില കൂടി ഇപ്പോൾ 33 രൂപ വരെ കിട്ടുന്നുണ്ട്. ഈ ചിരട്ടയ്ക്ക് വില കൂടിയത് കാരണം വണ്ടിക്കാർ വീടുകൾ അന്വേഷിച്ചിട്ട് ചിരട്ട എടുക്കാൻ തുടങ്ങി. തമിഴ്നാട്ടിലേക്കാണ് ഇത് കയറ്റി പോകുന്നത്. ഈ വെള്ളം ശുദ്ധീകരിക്കാൻ ചിരട്ടക്കരി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് ചിരട്ടയ്ക്ക് ഡിമാൻഡ് കൂടിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 40 വർഷമായി അവശതകളെയും പരിമിതികളെയും മറികടന്ന് തൊഴിൽ ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുന്ന പതിരിപ്പാല സ്വദേശി രവീന്ദ്രനെ അന്താരാഷ്ട്ര ചായ ദിനത്തിൽ ആദരിച്ചു. ഇറാൻ എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരം സംഘടിപ്പിച്ചത്. പത്തിരിപ്പാലയിലെ ഒളിമ്പിക്സ് ബേക്കറിയിൽ വർഷങ്ങളായി ചായമാഷായി ജോലി ചെയ്തു വരുന്ന 40 വർഷമായി അവശതകളെ മറികടന്ന് ജീവിതത്തോട് മല്ലടിച്ചുകൊണ്ടാണ് ഇന്നും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്നത്. ഇറാൻ ഗ്രൂപ്പിന് വേണ്ടി വ്യാപാരി വ്യവസായി ഭാരവാഹികൾ പൊന്നാടയും വൃക്ഷത്തൈയും നൽകി ആദരിച്ചു. വ്യാപാരി വ്യവസായി പത്തിരിപ്പാല യൂണിറ്റ് ഭാരവാഹികളായ ഗിരീഷ് പലേരി, KA ഷറഫുദ്ദീൻ, P കമറുദ്ദീൻ, K മണികണ്ഠൻ, TH സൈനുദ്ദീൻ, ഷമീർ ചന്ദ്രപുരം, PM യൂസഫ്, പരിസ്ഥിതി പ്രവർത്തകരായ ഷംസുദ്ദീൻ മാങ്കുറിശി, AV രവി, കല്ലൂർ വിജയൻ, അപ്പുകുട്ടൻ കല്ലൂർ എന്നിവർ സംസാരിച്ചു. രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഇതുപോലെ ഇത്രയും നല്ല ഒരു എന്താ പറയുക, നമ്മൾ ഈ വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് ഞങ്ങളെല്ലാം ചായ പോയി. അതൊരു 35 വർഷത്തോളമായി ഈ കാണുന്ന ഞങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ ചായ ദിവസം കുടിക്കുന്നവരാണ്. അങ്ങനെ ഒരാളെ തന്നെ, നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ തന്നെ ആദരിക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലേറെ ഭാഗ്യം വേറെ ഒന്നുമില്ല. എന്തായിരുന്നാലും വളരെ കാലങ്ങളായി ഈ പ്രദേശത്ത് 1-2 കടകളിലായി ഈ ചായ എന്ന സാധനം എല്ലാവർക്കും നല്ല രുചിയോടുകൂടി എത്തിച്ചു കൊടുക്കുന്ന അദ്ദേഹത്തിനെ ആദരിക്കാൻ കഴിഞ്ഞ് നന്നായി കഴിയുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ചായ കുടിക്കാൻ വേണ്ടി ഒളിമ്പിക്കിൽ വരുന്നവരാണ് ഞങ്ങളിൽ പലരും. അല്ലാതെ ഗണേശഗിരി വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുട്ടികൾക്കായുള്ള അവധിക്കാല ക്യാമ്പ് തുടരുന്നു. സൗഹൃദവും മാനവിക മൂല്യങ്ങളും വിദ്യാർത്ഥികളിൽ എത്തിക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. പ്രദേശത്തെ 50ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഗണേശഗിരി വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പ്രദേശത്തെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 50ഓളം കുട്ടികൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ക്യാമ്പിന്റെ ഭാഗമായി വ്യാഴാഴ്ച ദിനത്തിൽ കുട്ടികൾക്കായി KR ശരത്ത് ക്ലാസ് എടുത്തു. അവധിക്കാലം എങ്ങനെ ആസ്വദിക്കാമെന്നതിൻ്റെ ഒരു ഉത്തമ മാതൃകയായിട്ടാണ് ക്യാമ്പ് നടത്തുന്നതെന്നും സൗഹൃദവും മാനവിക മൂല്യങ്ങളും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയാണ് ക്യാമ്പിൻ്റെ ലക്ഷ്യമെന്നും ക്യാമ്പിൽ പങ്കെടുത്ത സുവർണ, അഞ്ജലി, സൂര്യഗായത്രി എന്നിവർ പറഞ്ഞു. ഇന്ന് വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ക്യാമ്പിൽ 3-ാം ദിവസമാണ്.
അവധിക്കാലം എങ്ങനെ ആനന്ദകരമാക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ മാതൃകയായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നത്. ക്യാമ്പിന് വേണ്ട എല്ലാ പിന്തുണയും നേതൃത്വം നൽകുന്നത് നമ്മുടെ 23-ാം വാർഡിൻ്റെ കൗൺസിലർ നന്ദുവേട്ടനാണ്. അതുപോലെ തന്നെ രക്ഷിതാക്കൾ നമ്മുടെ കുട്ടികൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് അവർ ഈ ഒരു ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. സൗഹൃദം അതുപോലെ മാനവിക മൂല്യങ്ങളൊക്കെ വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ക്യാമ്പ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. എല്ലാ വർഷവും ഇതുപോലെ വിജയകരമായി നടത്തണമെന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. വാർഡ് കൗൺസിലർ EP നന്ദകുമാറാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. ക്യാമ്പിൽ വെള്ളിയാഴ്ച ദിനത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ വിനോദ് ക്ലാസ് എടുക്കും. കൂടാതെ കളരി യോഗ ട്രെയിനറുടെ പരിശീലനവും ഉണ്ടായിരിക്കും. സമാപന ദിവസം കുട്ടികൾക്കായി ഉല്ലാസയാത്രയും ഒരുക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. വടാനംകുറിശി അറബി കലാസമിതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കളിക്കൂട്ടം 2026 അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അറബി ബാലവേദിയിലെ 50ഓളം കുട്ടികളാണ് 5 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 1 ദിവസത്തെ മധുരമലയാളം എന്ന പരിപാടിയോടുകൂടിയായിരുന്നു അറബിയിലെ അവധിക്കാല ക്യാമ്പിന് തുടക്കമായത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ള ആക്ടിവിറ്റീസ്, അതായത് മയക്കുമരുന്നിനെതിരായിട്ട് എങ്ങനെയാണ് ചിന്തിക്കാൻ തുടങ്ങുന്നതെന്നല്ലേ പറയുന്നൊരു കാര്യമുണ്ട്. ഇതിൽ കാണിക്കുന്നത് സ്കൂളുകളിൽ ഒരുപാട് ബസ്സുകളുണ്ട് കുട്ടികളെ കൊണ്ടുവരാൻ. അങ്ങനെയാണല്ലോ, ആ കൊണ്ടുവരുന്ന ബസ്സുകളെല്ലാം ഗ്രൗണ്ടിലാണ് പാർക്ക് ചെയ്യുന്നത്. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമില്ല. ചടങ്ങിൽ അറബി ഗ്രന്ഥശാല പ്രസിഡന്റ് CP രാമൻ അധ്യക്ഷത വഹിച്ചു. P ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു. അറബി ഗ്രന്ഥശാല സെക്രട്ടറി ഹരിദാസൻ മാസ്റ്റർ, അറബി വനിതാവേദി പ്രസിഡന്റ് മിനി തുടങ്ങിയവർ സംസാരിച്ചു. കഥകളും കവിതകളുമൊക്കെ സംയോജിപ്പിച്ച് മനോഹരൻ മാസ്റ്റർ മധുരമലയാളം ക്ലാസ് എടുത്തു. തുടർന്ന് ഡോക്ടർ ഇന്ദുജ ഓമനത്തിങ്കൾ കിടാവേ എന്ന ദൃശ്യാവിഷ്കാരവും അവതരിപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ ക്വിസ് മത്സരം, സൂംബ ഡാൻസ്, വായനാ കളരി തുടങ്ങിയവയുമുണ്ടായി. ഈ കവിതകളാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കുട്ടികളും മുതിർന്നവർക്കും വളരെയേറെ ഹൃദ്യമാകുന്ന ഇതിലെ ഓരോ വരികളും. ഇതില് ഞാൻ കൊച്ചുപിള്ളയും പിള്ളയും എന്ന് പറഞ്ഞൊരു കഥയാണ് വായിച്ചത്. അതില് ഈ അനന്തു അമ്മയുടെ ഒപ്പം പല പല സ്ഥലത്ത് ഇങ്ങനെ പോവുക. അപ്പൊ അവര് മിഠായി വാങ്ങാനും അങ്ങനെ അവിടെ പള്ളിയുടെ അടുത്തുള്ള കടകളിലൊക്കെ ഇറങ്ങലും അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങലൊക്കെയാണ്. പിന്നെ ഇവര് നടക്കുമ്പോൾ അവിടെ ഒരു വീടുണ്ട്. അവിടെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയുണ്ട്. ആ മുത്തശ്ശൻ ആനന്ദുവിന്റെ അമ്മേനെ പിള്ള എന്നാണ് വിളിക്കുക. അപ്പോൾ അവരവിടെ കാണുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. 5 ദിവസങ്ങളായാണ് അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. വടാനംകുറിശി ശ്രീ ചോറൂട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന പ്രതിഷ്ഠാ ദിന മഹോത്സവ ദ്രവ്യ കലശ ചടങ്ങുകൾക്ക് ഇതോടെ സമാപനമായി. ക്ഷേത്രം തന്ത്രി കരിയന്നൂർ ഭവത്രാദൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം നൽകി. വടാനംകുറിശി ശ്രീ ചോറൂട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചയാണ് പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചത്. രാവിലെ മഹാഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി. അധിവാസ വിടർത്തി പൂജ, ഉഷപൂജ, ദ്രവ്യകലശാഭിഷേകം, ഉച്ചപൂജ, വലിയ പാണി, ബ്രഹ്മകലശാഭിഷേകം എന്നീ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം തന്ത്രി കരിയന്നൂർ ഭവത്രാദൻ നമ്പൂരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. ഭക്തജനങ്ങൾക്ക് ഭഗവതിയുടെ പിറന്നാൾ സദ്യയും ഒരുക്കിയിരുന്നു. വൈകിട്ട് സർവൈശ്വര പൂജയും ഉണ്ടായിരുന്നു. മെയ് 19 മുതൽക്ക് തുടങ്ങിയ പ്രതിഷ്ഠാദിന മഹോത്സവ ദ്രവ്യകലശ ചടങ്ങുകൾക്ക് വ്യാഴാഴ്ചയാണ് സമാപനമായത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. നവഭാരത ശില്പി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി PR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി കെ പ്രിയകുമാരൻ അധ്യക്ഷത വഹിച്ചു. കെ ഉദയപ്രകാശ്, ആർ രാധാകൃഷ്ണൻ, കെ ഇന്ദ്രപ്രസാദ്, ജി ജയപ്രകാശ്, കെ രമേശ്, എം ഉദയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പറളി എടത്തറ രാജീവ് ഗാന്ധി മെമ്മോറിയൽ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. സെന്റർ ചെയർമാൻ കെ എം രമേശ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ എം ജി ഗോപിക, സി വി ഉഷ, മീന ടീച്ചർ, വി വിൻസി, എൻ ജെ വത്സലൻ, വി മുരളീധരൻ, യു അഭിജിത്ത്, ആർ നികിത്, ഒ വി വിജയ് എന്നിവർ പങ്കെടുത്തു. പുഷ്പാർച്ചനയും നടത്തി. മാറ്റുലി ഇടതുപക്ഷ സർക്കാർ ഏറെ വിവാദം ഏൽക്കേണ്ടി വന്നതും എന്നാൽ കേരയിൽ കൊണ്ടുവരുമെന്ന പിടിവാശിയും മുൻനിർത്തി സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ പിഴുതുമാറ്റുന്നു. ഈ നിലപാടിനെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. കേരയിൽ പദ്ധതി പാടെ റദ്ദാക്കിക്കൊണ്ട് പുതിയ വി ഡി സതീശൻ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തതിൽ ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ സന്തോഷിക്കുന്നു. കേരയിൽ പദ്ധതി ഇനി ഈ സർക്കാർ കൈക്കൊള്ളാൻ പോകുന്ന എല്ലാത്തരം പദ്ധതികളിലേക്കുമുള്ള ഒരു ചൂണ്ടുപലകയായി തന്നെ നിൽക്കേണ്ടതുണ്ട് എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്താതെ, വേണ്ടത്ര പാരിസ്ഥിതിക പഠനങ്ങൾ നടത്താതെ, കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂറായുള്ള അനുമതി വാങ്ങാതെ സ്വയം ഒരു പദ്ധതി, ഒരു തട്ടിക്കൂട്ട് പദ്ധതി റെഡിയാക്കിക്കൊണ്ട് പുറത്തിറങ്ങുകയും അത് വമ്പിച്ച ജനപ്രതിഷേധത്തെ ക്ഷണിച്ചു വരുത്തുകയും അതിൻ്റെ ഭാഗമായി ആ സമയത്ത് നിരവധി ആളുകൾക്ക് അവരുടെ സ്വസ്ഥമായ ജീവിതം നഷ്ടപ്പെടുകയും ചെയ്യുകയുണ്ടായി. അതേ തുടർന്നാണ് കേരളത്തിൽ സമരപ്രക്ഷോഭങ്ങളുടെ വലിയൊരു വേലിയേറ്റമുണ്ടായത്. അതുകൊണ്ടാണ് താൽക്കാലികമായെങ്കിലും അത് നിർത്തിവെക്കാൻ കഴിഞ്ഞ LDF സർക്കാർ തയ്യാറാവേണ്ടി വന്നത്. തുടർന്ന് പിന്നീട് അതങ്ങനെ മരവിച്ച് കിടന്നു. പുതിയത് വന്ന സർക്കാർ ആ പദ്ധതിയെ പരിപൂർണമായും റദ്ദു ചെയ്തു. ഇനി ഇവിടെ നിന്നങ്ങോട്ട് ഏതൊരു പദ്ധതിയും കൊണ്ടുവരുന്നതിന് മുമ്പ് കൃത്യമായ മുന്നൊരുക്കങ്ങളും ഗൃഹപാഠങ്ങളും ചെയ്യണം എന്നതിലേക്കുള്ള ഒരു നാന്ദിയാണ് ഈ തീരുമാനം. പ്രകൃതിക്ക് കോട്ടം തട്ടുന്ന കേരയിൽ പദ്ധതി റദ്ദാക്കിയതിൽ അഭിനന്ദിക്കാം. കാരണം കാട് വെട്ടിത്തെളിയിക്കേണ്ടി വരും, പാടം നികത്തേണ്ടി വരും, മലകളും കുന്നുകളും തുരന്ന് തുരങ്കം ഉണ്ടാക്കേണ്ടി വരും. ഇതൊക്കെ പരിസ്ഥിതിക്കും ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്കും വളരെയധികം മാറ്റം വരികയും അതുവഴി ജനങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ പദ്ധതി റദ്ദാക്കിയത് അഭിനന്ദനാർഹമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂർ കാരക്കാട് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ശേഷം തെങ്ങിലിടിച്ച അപകടം. കാർ ഓടിച്ച കാരക്കാട് സ്വദേശി 29 വയസ്സുള്ള ഗോപകുമാർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നായ ഇന്ത്യൻ റെയിൽവേ ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കോൺഫെഡറേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി GR പ്രമോദ്. റെയിൽവേ യാത്ര സുരക്ഷിതമല്ലാത്ത കാലം വിദൂരമല്ലെന്നും റെയിൽവേ വികസനം ലക്ഷ്യമിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ബജറ്റ് ഇല്ലാതാക്കിയത് സ്ഥാപിത താൽപര്യമാണെന്നും GR പ്രമോദ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് DREUവിന്റെ നേതൃത്വത്തിൽ റെയിൽവേ ഡിവിഷണൽ ഓഫീസ് മാർച്ച്. ഭാര്യ വീട്ടിൽ പോകുന്നതിന് ഭർത്താവിന് വിയോജിപ്പ്. കുടുംബക്ഷേത്രത്തിൽ പൂജയ്ക്ക് പങ്കെടുക്കാനായി ഭാര്യ വീട്ടിലെത്തിയ യുവതിയെയും ബന്ധുക്കളെയും അവരുടെ വീട്ടിൽ കയറി കുത്തി പരിക്കേൽപ്പിച്ചു. സംഭവം ഒറ്റപ്പാലം മയിലുംപുറത്ത്. പരിക്കേറ്റ 4 പേരിൽ ഒരാളുടെ നില ഗുരുതരം. യുവതിയുടെ ഭർത്താവായ ലക്കിടി സ്വദേശി അനിൽകുമാർ പോലീസ് കസ്റ്റഡിയിൽ. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹന പരിശോധന വേഗത്തിലും കർശനവുമാക്കി മോട്ടോർ വാഹന വകുപ്പ്. സർക്കാർ മാർഗനിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്ന് 30 വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് അനുവദിച്ചില്ല. കുളപ്പുള്ളി ബീവറേജിന് മുന്നിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനും സ്ഥിരമായി നിർത്തിയിട്ട് പോകുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും ഷൊർണൂരിൽ ചേർന്ന റെഗുലേറ്ററി കമ്മിറ്റി യോഗ തീരുമാനം. ഇതോടൊപ്പം വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്ന കടകളുടെ പ്രവേശന കവാടം മറയ്ക്കുന്ന പാർക്കിംഗ് ഒഴിവാക്കണമെന്നും യോഗത്തിൽ. തൃശൂർ നഗരത്തിൽ വീണ്ടും ക്ഷേത്രത്തിൽ മോഷണം. ചെട്ടിയങ്ങാടി കുളശ്ശേരി ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. വഴിപാട് കൗണ്ടറിന്റെ പൂട്ടുപൊളിച്ച് പണം കവർന്നു. ഭണ്ഡാരം കുത്തിപ്പൊളിക്കാനും ശ്രമം. തൃശൂർ കോലോത്തുംപാടം വസന്തനഗറിലെ വീട്ടിലും മോഷണ ശ്രമം. വീടിന്റെ വാതിൽ തകർത്ത് മോഷ്ടാക്കൾ അകത്തുകയറി. തേങ്ങയ്ക്ക് വില കുറയുന്നു, ചിരട്ടയ്ക്ക് വില കൂടുന്നു. ഒരു കാലത്ത് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരുന്ന ചിരട്ട ഇപ്പോൾ വലിയ താരം. 1 കിലോ ചിരട്ടയ്ക്ക് 33 രൂപ വരെ എത്തി നിൽക്കുമ്പോഴും തേങ്ങ വിലയിടിവിൽ കർഷകർ ആശങ്കയിൽ.
കുളപ്പുള്ളിയിൽ വാഹനാപകടം. വടനാംകുറിശി സ്വദേശി മരിച്ചു. വടനാംകുറിശി പറക്കുന്നത്ത് വീട്ടിൽ 50 വയസ്സുള്ള സുനിലാണ് മരിച്ചത്. കല്ലേക്കാട് ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് കല്ലേപ്പുള്ളി അമ്പലക്കാട് മാണിക്കന്റെ മകൻ 36 വയസ്സുള്ള അരുൺ പ്രസാദാണ് മരിച്ചത്. വടനാംകുറിശിയിൽ ട്രെയിൻ തട്ടി മധ്യവയസ്കൻ മരിച്ചു. പരുത്തിപ്ര താന്നിക്കത്ത് വീട്ടിൽ 70-കാരനായ ശരത്ത് ഭൂഷണാണ് മരിച്ചത്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് വീണ യുവാവിന് പരിക്ക്. ഒളരി സ്വദേശി പ്രഭുവിനാണ് പരിക്കേറ്റത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.